ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാം തവണയും നരേന്ദ്രമോദി അധികാരത്തിലെത്തുമോ എന്ന ചോദ്യത്തിന് സ്റ്റൈൽ മന്നൻ രജനീകാന്ത് നൽകിയ മറുപടി കേട്ട് മാധ്യമപ്രവർത്തകർ ആദ്യം ഞെട്ടിയില്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് കേട്ട് അവർ തന്നെ ഞെട്ടുകയും ചെയ്തു. മോദി അധികാരത്തിലെത്തുമോ എന്ന ചോദ്യത്തിന് സ്റ്റൈൽ മന്നൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: 23-ന് കൃത്യമായി അതൊക്കെ അറിയാമല്ലോ. തമിഴ്നാട്ടിൽ ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അപ്പോൾ ഉറപ്പായും മത്സരിക്കുമെന്നായിരുന്നു രജനീകാന്ത് രണ്ടാമതായി പറഞ്ഞത്. ലോക്സഭയല്ല, തമിഴ്നാട് നിയമസഭയാണ് രജനിയുടെ ലക്ഷ്യമെന്ന് മുൻപ് തന്നെ വാദങ്ങൾ ഉയർത്തിയിരുന്നു. തമിഴ്നാട്ടിലെ 39 ലോക്സഭാ സീറ്റുകളിലേക്കും 18 നിയമസഭാ സീറ്റുകളിലേക്കുമുള്ള ഉപതിരഞ്ഞെടുപ്പും പൂർത്തിയായ സാഹചര്യത്തിലാണ് സൂപ്പർ സ്റ്റാറിന്റെ ഇങ്ങനെ പ്രതികരണം പുറത്തു വരുന്നത്. ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന 18 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിൽ DMK പരാജയപ്പെട്ടാൽ സർക്കാരിന് ഭരണം നഷ്ടമാകും. അങ്ങനെ വന്നാൽ തമിഴകം വീണ്ടും തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കും. ഇത് മുന്നിൽ കണ്ടാണ് രജനീകാന്തിന്റെ പുതിയ നീക്കമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. രജനിക്ക് ശേഷം രാഷ്ട്രീയത്തിലേക്ക് വന്ന കമൽഹാസൻ മക്കൾ നീതി മയ്യം എന്ന പാർട്ടിയുമായി തമിഴകത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കരുത്ത് തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ്. അതേസമയം BJPക്കെതിരെ ദേശീയ തലത്തിൽ ഒരു മുന്നണി രൂപീകരണത്തിന് ശ്രമം നടക്കുന്നുണ്ടല്ലോ എന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് മാധ്യമപ്രവർത്തകർ രജനിയോട് ചോദിച്ചിരുന്നു. BJP അത്ര അപകടകാരിയായ പാർട്ടിയാണോ എന്നാണ് അന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് രജനീകാന്ത് പ്രതികരിച്ചത്. നോട്ട് നിരോധനം നടപ്പാക്കിയത് തെറ്റായ രീതിയിലാണെന്നും അത് വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണെന്നും രജനീകാന്ത് അന്ന് വ്യക്തമാക്കിയിരുന്നു. 2016-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് നിരോധനം കൊണ്ടുവന്നപ്പോൾ രജനീകാന്തും കമൽഹാസനും അടക്കമുള്ള താരങ്ങൾ ശക്തമായി പിന്തുണച്ചിരുന്നു. അതിനുശേഷം രജനീകാന്തിനെ BJPയുടെ ചായവുണ്ടെന്ന തരത്തിലും വിലയിരുത്തലുകളും പുറത്തു വന്നിരുന്നു. പലരും പറയുന്നു BJP എൻ്റെ പിന്നിലുണ്ടെന്ന്. അത് ശരിയല്ല. ദൈവവും ജനങ്ങളും മാത്രമാണ് എൻ്റെ പിന്നിലുള്ളത്. രജനീകാന്ത് നേരത്തെ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: തൻ്റേത് ജാതിമത ചിന്തകൾക്കപ്പുറത്തേക്കുള്ള ആത്മീയ രാഷ്ട്രീയമാണ്. എന്നാൽ ഈ ആത്മീയ രാഷ്ട്രീയം BJPയോടും RSSനോടുമുള്ള അനുഭാവമല്ലാതെ മറ്റൊന്നും അല്ലെന്നാണ് DMKയുടെ വിമർശനവും. രജനിയെ പിന്തുണയ്ക്കുന്നത് വർഗീയവാദികളാണെന്നും DMK ആരോപിച്ചിരുന്നു. അതേസമയം മതേതരനെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് രജനി നടത്തുന്നതെന്ന് AIADMK വിലയിരുത്തുന്നു. എന്തായാലും താരങ്ങളൊക്കെ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റി തുടങ്ങിയിരിക്കുന്നു. അത് തമിഴകത്തായെങ്കിലും കേരളത്തിലാണെങ്കിലും. ഇപ്പോൾ വീണ്ടും മോദി ഭരണം വരുമോ എന്ന് ചോദിച്ചപ്പോൾ അതെല്ലാം മെയ് 23 തീരുമാനിക്കപ്പെടുമെന്നാണ് സ്റ്റൈൽ മന്നൻ തന്നെ പറയുന്നത്. എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.